അരവണ കഴിക്കാം. ഹായ് ഗൈസ്, നമുക്ക് ലത ആൻറ്റി, ജയ ആൻറ്റി അല്ല ലത ആൻറ്റി നമുക്ക് കണ്ട എന്താ പ്രസാദം തന്നു. അമ്പലത്തിലെ പ്രസാദം അല്ലേ, ശബരിമലയിലെ പ്രസാദം കണ്ട നമുക്ക് കിട്ടി. പൊരിയും ഇത് അരവണ അല്ലേ ആൻറ്റി? അരവണ. ഇതിങ്ങനെ ഞാൻ സാധാരണ അരവണ തിന്നത് മറ്റേ ടിന്നിലാണ്. ഇതിപ്പോൾ ഇങ്ങനെ കിട്ടിയ അരവണ. ഇതെന്ത് സാധനം? ഉണ്ണിയപ്പം. ഒരു ഉണ്ണിയപ്പോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളൊന്ന് തിന്നു. ഈട ആൻറ്റി അങ്ങോട്ട് കണ്ട ആൻറ്റി മറ്റേ കഞ്ഞിയും കറിയും കളിക്കണ പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വെക്കണം. അപ്പം അരവണയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം എൻ്റെ ആരെങ്കിലും എനിക്ക് പണ്ട് സ്കൂളിലൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ കൊണ്ടുവരുമ്പോഴും ഓഫീസിലൊക്കെ വർക്ക് ചെയ്ത സമയത്തും ഒക്കെ ഇങ്ങനെ അവരിങ്ങനെ ശബരിമലയ്ക്ക് പോകുമ്പോൾ കൊണ്ടുവരുന്ന സാധനമാണ് അരവണ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അരവണ. അപ്പം നമുക്ക് ഈ അരവണ ഇന്ന് ഈ അരവണ ഈ പൊരിയിലിട്ടിട്ട് തിന്നോ അതോ സെപ്പറേറ്റ്? അപ്പം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തിന്നും. അപ്പം ഇതിൽ കണ്ട ആൻറ്റി ഇങ്ങനെ ഇല്ല നമുക്ക് കഴിക്കട്ടെ. നമ്മൾ കഴിക്കാൻ പോവുകയാണ് അരവണ. നമുക്ക് ആദ്യം അരവണയിൽ നിന്ന് തുടങ്ങാം. അരവണ കഴിക്കാം. അരവണ എന്ന് പറയുന്നത് വേറെ ലെവലാണ്. എന്താ ടേസ്റ്റ്, കൊള്ളാം, പൊളി. പിന്നെ പൊരി അടിപൊളി. അപ്പം നമുക്ക് ഇന്ന് കിട്ടിയ പ്രസാദം ശബരിമലയിലെ പ്രസാദം നമ്മൾ കഴിക്കാൻ. പ്രസാദം കഴിക്കണേന് ഞാൻ ജാതി മതം അങ്ങനെയൊന്നുമില്ല. ഞാൻ മനുഷ്യനാണ്. അപ്പം പിന്നെ പ്രസാദം കിട്ടിയാലും ഞാൻ കഴിക്കും അല്ലേ. ചിലവർക്കൊക്കെ ഇങ്ങനെ, എനിക്ക് അങ്ങനെയല്ല, ഞാൻ കഴിക്കും. അപ്പം ശരി, കഴിക്കട്ടെ. നല്ല അരവണ, നല്ല ടേസ്റ്റ്. കേക്കെ അരവണയൊന്നും കൂടുതൽ കഴിക്കല്ല, ഷുഗറാണ്. വേണ്ടാത്ത ഇങ്ങോട്ട് എടുത്ത് വെച്ചാൽ ഞാൻ കഴിച്ചോളാം. കഴിക്കണം അരവണ, ഷുഗറും വലിച്ചു വയ്ക്കാൻ. അപ്പം നമ്മൾ ഇനിയും വരുമല്ലേ ആൻറ്റി? അപ്പം നമുക്ക് ലത ആൻറ്റിക്ക് അപ്പം താങ്ക്സ്.